ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LSS USS സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട സമയമാണ്. എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് ഫയർഫോക്സ് ബ്രൗസറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് കിട്ടുവാനായിട്ട് പ്രയാസം നേരിടുന്നുണ്ട്. ഫയർഫോക്സിൽ വേഗത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫയർഫോക്സിലാണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സെർച്ച് എന്ന ഭാഗത്ത് LSS USS സ്കോളർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ട് നമുക്കിവിടെ കാണാം. https:/bpkerala.in LSS_USS 2026 എന്ന് കാണാം. ഈ 2026 എന്ന് കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2026 വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കിവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമുക്ക് 2026 യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ തന്നെ റീസെൻ്റായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് എല്ലാവരുടെയും കൈവശം ഉണ്ടായേക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ 2026 ആ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വിൻഡോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ്, രജിസ്ട്രേഷൻ, റിപ്പോർട്ട്, ചേഞ്ച് പാസ്വേഡ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് കാണാനായിട്ട് കഴിയുന്നത്. കുട്ടികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനോ അതുപോലെ തന്നെ കുട്ടികൾ ട്രാൻസ്ഫറായി മറ്റ് സ്കൂളുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു 2026 വെബ്സൈറ്റിൽ ലഭിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ലഭിക്കുന്നത് 2024 വെബ്സൈറ്റാണ്. ഒരു പക്ഷേ 2024 യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2024 എന്ന് സെർച്ച് ചെയ്ത് അതിലേക്ക് കയറാം. ഇനി അത് അറിയാത്ത ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും പറയുന്നത്. നമ്മൾ 2026 വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് LSS USS _2026 എന്ന് കാണാം. അവിടെ ഒന്ന് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 2026 6 ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ 4 എന്ന് കൊടുക്കുക. മറ്റൊന്നും തന്നെ അവിടെ ഡിലീറ്റ് ചെയ്യരുത്. അത് 4 എന്നത് മാത്രമാക്കിയതിന് ശേഷം നമ്മൾ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് നേരെ പോകുന്നത് 2024 വെബ്സൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും രേഖപ്പെടുത്തണം എന്നുള്ളൊരു മെസ്സേജാണ്. നമുക്കിത് ക്ലോസ് ചെയ്തുകൊണ്ട് ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൺഫർമേഷൻ എന്നും കാണാം. അതുപോലെ ട്രാൻസ്ഫേർഡ് സ്കൂൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൺഫർമേഷൻ കാണാം. ഈ 2 ടാബുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കുട്ടികളുടെ പേര് കാണാം. അതുപോലെ റൈറ്റ് സൈഡിൽ വ്യൂ ഡീറ്റെയിൽസ്, എൻ്റർ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ കുട്ടിയുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ എൻ്റർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം കുട്ടി ഈ സ്കൂളിൽ തന്നെയാണെങ്കിൽ സെയിം സ്കൂൾ എന്ന് കൊടുക്കാം. അതിനുശേഷം കുട്ടിയുടെ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നോ എമൗണ്ട് ഡിസ്പേഴ്സ്ഡ് എന്ന് കാണിച്ചുകൊണ്ട് ഫ്രഷ് എമൗണ്ട് ആയിട്ട് LSSന് 1000 USSന് 1500 വീതമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം മൊബൈൽ നമ്പറും ആധാർ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പർ IFSC കൊടുത്തുകൊണ്ട് സേവ് ചെയ്യുക. ഇനി ഈ കുട്ടി ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ സെയിം സ്കൂളിന് പകരം ട്രാൻസ്ഫേർഡ് ടു അനദർ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ എന്ന് കൊടുക്കുക. അതിനുശേഷം ജില്ല, അതുപോലെ ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്കൂള്, പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ വിവരങ്ങളെല്ലാം നൽകിയതിന് ശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് വഴി ജില്ലയും ഈ ഒരു സ്കൂള് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്കൂളും അതുപോലെ നോ എമൗണ്ട് ഡിസ്പേഴ്സ്ഡ് എന്ന് നൽകി സേവ് ഡീറ്റെയിൽസ് ചെയ്യുന്നതോടുകൂടി ഈ കുട്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ട്രാൻസ്ഫേർഡ് നൽകിയിരിക്കുന്ന ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർ ആയി വരുന്ന കുട്ടികൾ, നമ്മുടെ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫേർഡ് സ്കൂൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കൺഫർമേഷൻ എന്ന ഭാഗത്ത് ലഭിക്കുമെന്നാണ്. അവിടെയും ഇതേപോലെ തന്നെ എൻ്റർ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് കുട്ടികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നൽകി സേവ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.